ജോസ് കെ മാണി എം പി നയിക്കുന്ന LDF വികസന മുന്നേറ്റ മധ്യമേഖലാ ജാഥ തിങ്കളാഴ്ച പൊൻകുന്നത്തെത്തും. LDF സർക്കാരിന്റെ വികസന ക്ഷേമ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനും നവകേരളത്തിന്റെ വികസനത്തിനായി ഇടതുപക്ഷ ഭരണം ഇനിയും തുടരാനും അഭ്യർത്ഥിച്ചുമാണ് LDFന്റെ വികസന മുന്നേറ്റ ജാഥ നടക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് രാജേന്ദ്ര മൈതാനത്താണ് സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. KK ശൈലജ ടീച്ചർ, PK ബിജു, PP സുനീർ തുടങ്ങിയവർ ജാഥ അംഗങ്ങളാണ്. പാലായിൽ നിന്നും 11 മണിയോടെ എത്തിച്ചേരുന്ന ജാഥയെ പൊൻകുന്നം സിവിൽ സ്റ്റേഷന് മുന്നിൽ നിന്നും സ്വീകരിച്ച് രാജേന്ദ്ര മൈതാനത്ത് പൊതുസമ്മേളനം നടക്കും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് പറഞ്ഞു. നമ്മുടെ നിയോജകമണ്ഡലത്തിലെ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലെ ജാഥ രാവിലെ 11 മണിക്ക് 9-ാം തീയതി 11 മണിക്ക് പൊൻകുന്നത്ത് രാജേന്ദ്ര മൈതാനത്തിൽ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്. രാവിലെ 11 മണിക്ക് തന്നെ പാലായിലെ സമ്മേളനം കഴിഞ്ഞ് അവിടെ നിന്ന് ജാഥയും ക്യാപ്റ്റനും ജാഥയിലെ മറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പൊൻകുന്നത്തെത്തും. അതിനുശേഷം അവിടുന്ന് അവരെ നമ്മുടെ രാജേന്ദ്ര മൈതാനത്തേക്ക് അവരെ എത്തിക്കുക, യോഗം ആരംഭിക്കുക എന്നുള്ള രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ട് ജാഥയുടെ ഒരു വലിയ ലക്ഷ്യം 2 ടേം പൂർത്തിയാക്കിയ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊൻകുന്നത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ A. മാത്യു ആനിത്തോട്ടം, അഡ്വക്കേറ്റ് ഗിരീഷ് S. നായർ, അഡ്വക്കേറ്റ് MA ഷാജി, ഷമീം അഹമ്മദ്, VG ലാൽ, CG ജ്യോതിരാജ്, B. സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ് തുടങ്ങിയവരും പങ്കെടുത്തു. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന് കിഫ്ബി മുഖാന്തരം 36 കോടി രൂപ കൂടി അനുവദിച്ചതായും ഡോക്ടർ N ജയരാജ് കൂട്ടിച്ചേർത്തു. ഇത് വേണം. നമ്മൾ നേരത്തെ കരാറുകാരന് കൊടുത്തിരിക്കുന്നത് ഏകദേശം 7.5 കോടി രൂപയാണ്. അയാളുടെ ചെയ്ത വർക്കുകളുടെ പൈസ കൊടുത്ത് തീർത്തത്. അങ്ങനെ 26/7 43 വസ്തുവായിട്ട് എടുക്കാൻ ചിലവായി 25 കോടി രൂപയും കൂടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പണം ആവശ്യത്തിനുണ്ട്. ഇനി നമുക്കൊരു 18 കോടി രൂപയുടെ ബാലൻസ് നമ്മുടെ ഉണ്ട്. ബൈപ്പാസുമായി ബന്ധപ്പെട്ട് തന്ന ആദ്യത്തെ ഭരണാനുമതി പ്രകാരം തന്നെ. അപ്പോൾ അതുകൊണ്ട് 36 കോടി രൂപ കൊണ്ട് പണത്തിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ അത് എല്ലാം എഗ്രി ചെയ്തു. 4 കരാറുകാർ വന്നു. രാജി മാത്യു, പിന്നെ തെരുവത്തുകാർ, ബെഗോറായെ, പിന്നെ വേറെ പിന്നെ രാജു ചാക്കോ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.